ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് നമ്മൾ സ്പെഷ്യൽ പച്ചപ്പട്ടാണി പച്ചമട്ടൻ ഉണ്ടല്ലോ, അതാണ് തയ്യാറാക്കുന്നത്. അതിനായിട്ട് ഞാൻ എരിവില്ലാത്ത 2 പച്ചമുളക്, ഒരു മീഡിയം സൈസ് സവോള, 2 നല്ല പഴുത്ത തക്കാളി, ഒരു തണ്ട് കറിവേപ്പില, 1-ാം പാലും 2-ാം പാലും കൂടി 2 കപ്പ് തേങ്ങാപ്പാൽ, മട്ടർ വേവിച്ച് വെച്ചിട്ടുണ്ട്. അത് ഒത്തിരി വെള്ളമാവരുത്. മട്ടർ എന്തോരം ആണ്, അപ്പോൾ 200 ഗ്രാം മട്ടറാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനാവശ്യമായ സാധനങ്ങളാണിത്. മട്ടർ എന്തോരാണോ നമ്മൾ വേവിക്കാൻ വെച്ചത് അതിൻ്റെ ഒപ്പം മാത്രം വെള്ളം ചേർക്കാൻ പാടുള്ളൂ. വെള്ളം അധികം ആവരുത്. അങ്ങനെ ആയി കഴിയുമ്പോൾ കറി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടത്തില്ല, കാരണം നമ്മൾ തേങ്ങാപ്പാലും കൂടി ചേർക്കുന്നതാണ്. ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് പെട്ടെന്ന് കാണിച്ചു തരാം. തക്കാളി ചേർക്കുമ്പോൾ തക്കാളിയുടെ തൊലി നമ്മൾ കളയണം. ചട്ടി ചൂടായിട്ട് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. 1/4 സ്പൂൺ കടുക് ആഡ് ചെയ്യാം. സവോള വളരെ കനം കുറച്ച് അരിയുന്നതാണ് നല്ലത്, വഴറ്റാൻ എളുപ്പം ഉണ്ടാകും. സവോള പകുതി വഴന്നിട്ടുണ്ട്. പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. പൊടികൾ ചേർത്ത് കൊടുക്കാം. 1 സ്പൂൺ മല്ലിപ്പൊടി, 1 സ്പൂൺ മുളക് പൊടി, കശ്മീരി മുളക് പൊടിയാണ്, 1 സ്പൂൺ മീറ്റ് മസാല. പച്ചമണം മാറിപ്പോകുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളിലെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞിട്ടുള്ള തക്കാളി ചേർത്ത് കൊടുക്കാം. വെള്ളം ഒഴിക്കരുത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ചെറു തീയിൽ മൂടി വെച്ച് വേവിച്ചെടുക്കണം. തക്കാളി നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന മട്ടർ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാല് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഈ സമയം ആവശ്യത്തിന് ഉപ്പുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇനി നന്നായിട്ട് തിളപ്പിച്ചെടുക്കാം. കറി തിളച്ച് കുറുകി നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കണം. 1/2 സ്പൂൺ കുരുമുളക് പൊടിയാണ് ആഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. ഒരു 5 മിനിറ്റ് ഇത് കൈവിടാതെ നിർത്താണ്ട് ഇളക്കണം. സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ പാട പോലെ പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒരു 5 മിനിറ്റ് ഇളക്കുക എന്ന് പറയുന്നത്. പട്ടാണിക്കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഇത് ചോറിനും അപ്പത്തിനും എല്ലാത്തിനും കഴിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഈ കറി തയ്യാറാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.